+1 ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കുള്ള എക്കണോമിക്സ് സബ്ജക്റ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത്. ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പേ ഉണ്ടായിരുന്ന ഇന്ത്യൻ എക്കോണമിയുടെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് പറയുന്നത്. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ സോഴ്സ് ഓഫ് ലിവ്ലിഹുഡ്. ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ഇന്ത്യ വാസ് പെർട്ടിക്കുലർലി വെൽ നോൺ ഫോർ ഇറ്റ്സ് ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻഡസ്ട്രീസ് ഇൻ ദ ഫീൽഡ് ഓഫ് കോട്ടൺ, സിൽക്ക്, മെറ്റൽ ആൻഡ് പ്രീഷ്യസ് സ്റ്റോൺസ് വർക്ക്സ്. അത് ഇന്ത്യയിലുള്ള കരകൗശല വിദഗ്ധർ, പ്രത്യേകിച്ചും കോട്ടൺ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നവർ, സിൽക്ക് വസ്ത്രങ്ങൾ, അതുപോലെ മെറ്റൽ ധാതുക്കൾ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവർ, വിലപിടിപ്പുള്ള കല്ലുകൾ കൊണ്ടുള്ള വർക്ക് ചെയ്യുന്നവർ, ഇവരൊക്കെ തന്നെ വളരെ വെൽ നോൺ ആയിരുന്നു, ലോകപ്രശസ്തമായിട്ട് വ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന ഒരു മേഖലയായിരുന്നു അതെന്ന്. ആൻഡ് ദീസ് പ്രോഡക്ട്സ് എൻജോയ്ഡ് എ വേൾഡ് വൈഡ് മാർക്കറ്റ് ബേസ്ഡ് ഓൺ ദ റെപ്യൂട്ടേഷൻ. അപ്പോൾ ലോകത്താകമാനം അറിയപ്പെടുന്ന മാർക്കറ്റുകളായിരുന്നു നമ്മൾ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ് എന്തൊക്കെ മാറ്റമാണ് അവിടെ വന്നിട്ടുള്ളത്? And the Britishers have two objectives of their economic policy. That is, consider India as a source of raw materials for British industry and convert India into a marketplace for British manufactured goods. അതായത് ഇന്ത്യയെ ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കുന്ന ഒരു സ്ഥലമായിട്ട് കണ്ടെത്തുക, അതേപോലെ അവരുടെ നിർമ്മിത ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റായിട്ടും ഇന്ത്യയെ കാണുക. ഈ രണ്ട് ലക്ഷ്യങ്ങളോട് കൂടിയായിരുന്നു ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ ഭരണം ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കൊളോണിയൽ ഗവൺമെൻറ് ഒരിക്കലും ഇവിടെ ഉണ്ടായിരുന്ന നാഷണൽ ഇൻകമോ പെർ ക്യാപിറ്റ ഇൻകമോ ഒന്നും കണക്കാക്കാനായിട്ട് യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല. നോ അറ്റംപ്റ്റ് ഈസ് മെയ്ഡ് ഫോർ ടു എസ്റ്റിമേറ്റിംഗ് ദ നാഷണൽ ഇൻകം ഓർ പെർ ക്യാപിറ്റ ഇൻകം. എന്നാൽ നമ്മളെ ഇന്ത്യക്കാരായിട്ടുള്ള ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബി, ഫിൻലെ ഷിറാസ്, VK.R.V. റാവു തുടങ്ങിയവർ, RC ദേശായി തുടങ്ങിയവർ അവർ ഇന്ത്യയുടെ നാഷണൽ ഇൻകവും പെർ ക്യാപിറ്റ ഇൻകവും മെഷർ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നാണ്. അപ്പോൾ അവർക്ക് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നറിയോ? നമ്മൾ നാഷണൽ ഇൻകത്തിൻ്റെയൊക്കെ അളവ് ബിലോ 2% എന്നാണ്. പെർ ക്യാപിറ്റ ഇൻകവും അതുപോലെ തന്നെ നാഷണൽ ഇൻകവും ബിലോ 2% ആണ് എന്നാണ് അവരത് കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ അടുത്തൊരു കാര്യം അഗ്രികൾച്ചർ സെക്ടറാണ്. അഗ്രികൾച്ചർ സെക്ടറിനെ മാത്രം എടുത്ത് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു അവരുടെ മെയിനായിട്ടുള്ള ലിവ്ലിഹുഡ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. പക്ഷേ ഈ അഗ്രികൾച്ചറിൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ എക്കോണമി അണ്ടർ ദ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ വാസ് ഫണ്ടമെൻ്റലി അഗ്രേറിയനാണ്. പക്ഷേ ഈ അഗ്രികൾച്ചർ വളരെ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു. സ്റ്റാഗ്നൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ സ്തംഭനാവസ്ഥയിലാവുക. അവരുടെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി വളരെ ലോ ആയിരുന്നു എന്ന്. അപ്പം വാട്ട് ഈസ് ദ റീസൺ ഫോർ സ്റ്റാഗ്നേഷൻ? അതാണ് നമുക്കിനി പറയാനുള്ളത്.